എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടു. ഡോക്ടർ എലിസബത്ത്, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറിൻ്റെ, എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പേര് പറയുന്നില്ല, ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറിൻ്റെ മുൻ ഭാര്യയാണ്. അപ്പോൾ ആ പിക്ചറിൽ അവർ ലൈവ് വീഡിയോ ഷെയർ ചെയ്തിരിക്കുകയാണ്. ആ മുഖം കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ഒത്തിരി വിഷമം വരെയാണ്. എനിക്ക് പറയാൻ തന്നെ പറ്റുന്നില്ല, അത്രയ്ക്ക് വിഷമമുണ്ട്. അവരുടെ മുഖത്ത്, അവരുടെ മൂക്കിൽ റൈൽസ് ട്യൂബ് ഇട്ടിരിക്കുകയാണ്. റൈൽസ് ട്യൂബ് ഇടുന്നത് എപ്പോഴെന്ന് വെച്ചാൽ, നമുക്ക് വായിക്കൂടെ ആഹാരം കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് റൈൽസ് ട്യൂബ് ഇടുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം അവർ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നത്. എലിസബത്ത്, എനിക്ക് പറയാനുള്ളത്, മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. കാരണം മിക്കവരും മരിക്കുന്നത്, ആ മരിക്കണം എന്ന് തോന്നുന്ന അതൊരൊറ്റ സമയമാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു, ഇനി മരണം മാത്രമേ ഉള്ളൂ, ഇനി നമുക്ക് ജീവിതമേ വെറുക്കുന്നു എന്നൊരു തോന്നൽ, നമ്മുടെ ആ ഒരു സ്പാർക്ക്, നമ്മുടെ ഒരൊറ്റ നിമിഷം ആർക്കും എപ്പം വേണമെങ്കിലും തോന്നാൻ സാധ്യതയുണ്ട്. ആ ഒരു നിമിഷം അവർക്കിനി ഒന്നും വേണ്ട, അവർക്കൊന്നുമില്ല എന്ന് തോന്നിയ ആ നിമിഷമായിരിക്കണം. അവരൊരുപാട് സർക്കാർ, മന്ത്രിമാര്, ഒത്തിരി പേരെ സമീപിച്ചു. പക്ഷെ അവരുടെ സത്യസന്ധത കൊണ്ടുവരാൻ സാധിച്ചില്ല. അതിൻ്റെ വിഷമത്തിലാണ് എന്ന് അറിയാൻ സാധിക്കുന്നു. എലിസബത്ത്, എനിക്കറിയാം, നിങ്ങളെ സൈക്യാട്രി റെസിഡൻ്റ് ആണ്, ഡോക്ടറാണ്, MBBS കഴിഞ്ഞിട്ട് സൈക്യാട്രി റെസിഡൻ്റ് ആണ്. അപ്പോൾ സൈക്യാട്രി റെസിഡൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ക്ഷമയുള്ളവരായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കൗൺസിലിങ്ങിലും ഒക്കെ മറ്റുള്ള ആളുടെ മനുഷ്യൻ്റെ മനസ്സിനെ മനസ്സിലാക്കിയിട്ട് നന്നായി കൗൺസിൽ ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൈക്യാട്രി റെസിഡൻ്റ് ആയിട്ടുള്ള ഡോക്ടർ എലിസബത്തിന് താങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? അത്രയ്ക്കും അവരെ ഒരുപാട് ദുഃഖിപ്പിച്ചു. അവരെ അത്രയും വേദന സഹിച്ചു. അപ്പം ഞാൻ പറയാനുള്ളത്, എലിസബത്ത്, നിങ്ങൾക്കും അറിയാം, മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാനൊരു MD ഫോറൻസിക് മെഡിസിൻ, അതായത് നമ്മൾ പോസ്റ്റ്മോർട്ടം സർജറിയിലെ MD ഞാൻ ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ വരുന്ന ഒരുപാട് ഡെഡ് ബോഡീസ് വരുമ്പോൾ ഓരോ ഡെഡ് ബോഡിക്കും ഓരോ കഥകളാണ്. അതായത് ഒരുപാട് ഹാങ്ങിങ്, ചെറിയ കുട്ടികളോട്ട് വലിയവരൊക്കെ ഹാങ്ങിങ് ചെയ്ത് വരാറുണ്ട്. അത് കാണുമ്പോൾ, ടേബിളിൽ വന്ന് കാണുമ്പോൾ നമുക്ക് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവരുടെ വീട്ടിലെ കഥകളും സ്റ്റോറീസും ഒക്കെ നോക്കുമ്പോൾ എന്താണ്, ഒരൊറ്റ നിമിഷം തോന്നുന്ന ആ മനസ്സിൻ്റെ കൺട്രോൾ ഇല്ലായ്മ കാരണം അവർ ചെയ്തു പോകുന്നതാണ്. ആ ഒരൊറ്റ നിങ്ങൾ ചെയ്യുമ്പോൾ ആ നിമിഷം നിങ്ങൾ ജീവിതത്തോട് തന്നെ തോക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഭാഗത്താണ് സത്യസന്ധതയെങ്കിൽ തീർച്ചയായും ആ സത്യസന്ധത വിജയിക്കുക തന്നെ ചെയ്യും. നമ്മളുടെ ഈ വീഡിയോ കാണുന്നതും അത് മാത്രമല്ല, ഈ കേരളത്തിലെ ഉള്ള എല്ലാവരും നിങ്ങളുടെ കൂടെ തീർച്ചയായും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, സത്യം നിങ്ങളുടെ ഭാഗത്താണ്. തീർച്ചയായും നിങ്ങൾ വിജയിക്കും. സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭാവി തലമുറയെ തന്നെ വാർത്തെടുക്കാൻ ശേഷിയുള്ളതും ഇത്രയും കഴിവുമുള്ള എലിസബത്ത്. കാരണം ഞാൻ ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ് തന്നെ ആ ബ്ലാസ്റ്റ് ഇഞ്ചുറിയുടെ സമയത്ത് എലിസബത്തിനെ കണ്ടു. അന്നും അവരും ആ ബ്ലാസ്റ്റ് നടന്നതിൻ്റെ പരിസരത്തുണ്ടായിരുന്നു. എന്നിട്ടും ഭഗവാൻ അവരെ രക്ഷിച്ചു. ആ ഒരു സമയത്ത് മറ്റൊരു ഭാഗത്തായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ തീർച്ചയായും നിങ്ങളെ രക്ഷിക്കുകയാണ്. ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് മരണം ഒന്നിനും ഒരു പരിഹാരം അല്ല. തീർച്ചയായും മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. മരണം തോൽവിയുടെ ഒരു പരിഹാരമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു. നമ്മുടെ ജീവിതം കൊണ്ട് പിന്നെ ഒരു അർത്ഥവുമില്ല. അപ്പം നമ്മൾ ആരാണ് വേദനിപ്പിച്ച അയാൾ സന്തോഷത്തോടെ സുഖിച്ച് ജീവിക്കും. അപ്പം അങ്ങനെയല്ല, ധീരതയോടെ പൊരുതുക. തീർച്ചയായും എലിസബത്തിൻ്റെ കൂടെ നമ്മളെല്ലാവരും ഉണ്ടാവും. എലിസബത്ത്, മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. തീർച്ചയായും കൂടെ നിൽക്കൂ. നമ്മുടെ പഴയ കാലമൊന്നുമല്ല. തീർച്ചയായും നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടും. നിങ്ങൾ വിജയിക്കും. കാരണം ആ വീഡിയോയിൽ അവർ ഒരുപാട് പറയുന്നുണ്ട്, മാനസികമായും ശാരീരികമായും ഒക്കെ അവർ തളർന്നു പോയി. അതുകൊണ്ട് അവർക്ക് പിടിച്ചാൽ പറ്റുന്നില്ല. ആ ഒരു നമ്മുടെ ആ ക്ഷമയുടെ നെല്ലിപ്പലകകൾ പൊട്ടിയ ഒരു വാക്കുകളായിരുന്നു. തീർച്ചയായും നിങ്ങളുടെ കൂടെ ഭഗവാനുണ്ട്. തീർച്ചയായും നിങ്ങളുടെ കൂടെ എല്ലാ മലയാളികളും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരിക്കലും നിങ്ങൾ തോറ്റിട്ടില്ല. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. എല്ലാവരും ഉണ്ട്. ഗെറ്റ് വെൽ സൂൺ ആൻഡ്